നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. IPL ഇന്ന് സൂപ്പർ പോരാട്ടമാണ്. മുംബൈ ഇന്ത്യൻസും KKRും തമ്മിലുള്ള മത്സരം വാങ്കഡയിലാണ്. രാത്രി 7:30 കളി. നിങ്ങൾക്കറിയാവുന്ന പോലെ ദൈവത്തിൻ്റെ പോരാളികൾ തോറ്റേ തുടങ്ങാറുള്ളൂ എന്ന് പറയാറുണ്ടല്ലോ. അത് തിരുത്തി കുറിക്കാൻ കഴിയുമോ ഇത്തവണ മുംബൈ ഇന്ത്യൻസിന് എന്നാണ് ചോദ്യം. മഹിള ജയവർദ്ധന ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത് അത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. നമ്മൾ വിജയിക്കുന്നില്ല എന്നുള്ളത് അതൊരു എലിഫൻ്റ് ഇൻ ദി റൂമാണെന്നുള്ള പ്രയോഗമാണ് അദ്ദേഹം നടത്തിയത്. ആ ഹൂഡോ, ആ ശാപം നമുക്ക് മാറ്റിക്കുറിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആദ്യ കളി വിജയിച്ചുകൊണ്ട് തുടങ്ങാൻ മുംബൈ ഇന്ത്യൻസ് ആഗ്രഹിക്കുന്നു. അതേസമയം ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഷെയ്ൻ വാട്സൺ, KKRൻ്റെ അസിസ്റ്റൻ്റ് കോച്ച്, പറഞ്ഞത് മുംബൈയുടെ ഷോക്കിംഗ് ഓപ്പണിംഗ് മാച്ച് റെക്കോർഡ് അതുപോലെ തുടരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന്. അതായത് KKR മുംബൈക്ക് പണി കൊടുത്തിട്ട് പോവാനാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ലൊരു പ്രകടനം നമ്മൾ പ്രതീക്ഷിക്കുന്നു. KKRൻ്റെ കാര്യത്തിൽ പരിക്ക് അവരെ വലച്ചിട്ടുണ്ട്. ബൗളിങ് അതുകൊണ്ട് തന്നെ ദുർബലമായിട്ടുണ്ട്, നമുക്കറിയാം. അതേസമയം മുംബൈ ഇന്ത്യൻസിൻ്റെ ഭാഗത്ത് ജസ്പ്രീത് ബൂംറ സ്ക്വാഡിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. സ്ക്വാഡ് ഇന്ന് അദ്ദേഹം കളിക്കും സ്ക്വാഡിൽ നിന്ന് തന്നെയാണ്, പ്ലേയിങ് ലെവലിൽ നിന്ന് തന്നെയാണ് ഇന്നലെ കോച്ച് അതാ പറഞ്ഞത്. അതോടൊപ്പം തന്നെ മിച്ചൽ സാന്നറും പിന്നെ വിൽ ജാക്സും രണ്ടുപേരും സ്ക്വാഡിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടില്ല. അവരില്ലാതെയാണ് ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഇറങ്ങുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവരുടെ പ്ലേയിങ് ലെവലിൽ ആരൊക്കെ ഉണ്ടാവും. ടീം ന്യൂസ് നോക്കിയാൽ ട്രെന്റ് ബോൾട്ടും ദീപക് ചാഹറും ന്യൂ ബോൾ ഷെയർ ചെയ്യുന്നു വേണം കരുതാൻ. അശ്വിനി കുമാർ ഫോർത്ത് സീമറായിട്ടുണ്ടാകും, കാരണം ബൂംറ പ്ലസ് അശ്വിനി കുമാർ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹാർദിക് പാണ്ഡ്യയുടെ ബൗളിംഗ് കൂടി ഉണ്ടാവും. അപ്പോൾ ആവശ്യത്തിനായി പിന്നെ അവർക്ക് സ്പിന്നർ എന്ന രൂപത്തിൽ അല്ല ഗസൻഫർ ഉണ്ട് ബാക്കപ്പായിട്ട്, സാന്നർക്ക് ബാക്കപ്പായിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തെ ഇന്ന് കളിപ്പിക്കാൻ സാധ്യതയുണ്ട്. IPL ഡെബ്യൂ ഒന്നും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ക്വിൻ്റൻ ഡീകോക്കോ റയാൻ റിക്കിൾട്ടൺ, അതിൽ ആര് കളിക്കും വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ട്? രണ്ടിലൊരാളെ കളിക്കുകയുള്ളൂ. ആ കാര്യത്തിലൊരു ചെറിയ സംശയമുണ്ട്. ഇത് മാത്രമേ ഉള്ളൂ ഒരു ഇഷ്യൂ ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആയിട്ട് അവർക്ക് സ്ക്വാഡിൽ എല്ലാം സെറ്റാണ്. സോ മുംബൈ ഇന്ത്യൻസിൻ്റെ ഒരു പ്രോബിൾ 11 അല്ലെങ്കിൽ പ്രോബിൾ 12 നമ്മൾ നോക്കിയാൽ രോഹിത് ശർമ്മയും ക്വിൻ്റൻ ഡീകോക്കും ചേർന്ന് ഓപ്പൺ ചെയ്യാം. ഇനി QDK അല്ലെങ്കിൽ റിയാൻ റിക്കിൾട്ടൺ വരും. അത്രയേ ഉള്ളൂ. രണ്ടാലൊരാൾ കളിക്കും. നമ്പർ 3 തിലക് വർമ്മ, നമ്പർ 4 സൂര്യകുമാർ യാദവ്, ദെൻ ഹാർദിക് പാണ്ഡ്യ, നമ്പർ 6 നമാൻതിർ, ഷർഫിൻ റുദർഫോർഡ് ഉണ്ടായിരിക്കും. വിൽ ജാക്സിന് പകരം ഷർഫിൻ റുദർഫോർഡിനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്ലേയിങ് ലെവലിൽ. സോ ഷർഫിൻ റുദർഫോർഡ്. നമ്പർ 8 ദീപക് ചാഹർ, ദെൻ അല്ല ഗസൻഫർ, ജസ്പ്രീത് ബൂംറ, അശ്വിനി കുമാർ. ട്രെന്റ് ബോൾട്ട് ഇമ്പാക്റ്റ് സബായിട്ട് കളിക്കും. ആദ്യം ബൗൾ ചെയ്യുകയാണെങ്കിൽ ട്രെന്റ് പ്ലേയിങ് ലെവലിൽ ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ രണ്ടാമതാണെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു ബാറ്റർക്ക് പകരം ഇമ്പാക്റ്റ് സബായിട്ട് വരും. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. KKRൻ്റെ ഭാഗത്ത് പരിക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ്. അർഷിദ് റാണയും ആകാശ് ദീപും ഒക്കെ പുറത്ത്. പതിരാന ഇപ്പോഴും കളിക്കുമോ ഇല്ലയോ എന്നുള്ള സംശയം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ബാറ്റിങ്ങിന് രഹാനെ ടോപ്പ് ഓർഡർ തന്നെ കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം ഫിൻ അലൻ വരുമോ സിഫേർട്ട് വരുമോ, രണ്ടാലൊരാളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിൽ ആര് വരും എന്നതിനനുസരിച്ചായിരിക്കും അങ്കരീഷ് രഘുവൻഷി കീപ്പ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ 2 ദിവസവും കീപ്പിംഗ് ഡ്രിൽസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഏതായാലും അവരുടെ ഒരു പ്രോബിൾ 12 പോയാൽ ഫിൻ അലനും അജിങ്ക്യ രഹാനെയും ചേർന്ന് ഓപ്പൺ ചെയ്ത് കരുതാം. ദെൻ അങ്കരീഷ് രഘുവൻഷി, ക്യാമറൺ ഗ്രീൻ വലിയ തുക കൊടുത്ത് കൊണ്ടുവന്നാണ്. വലിയ പ്രതീക്ഷയിൽ അവർ ഉപയോഗപ്പെടുത്താൻ പോകുന്ന ഓൾറൗണ്ടറാണ് ക്യാമറൺ ഗ്രീൻ. നമ്പർ 5 റിങ്കു സിംഗ്, വൈസ് ക്യാപ്റ്റൻ റിങ്കു സിംഗ്. ദെൻ അനുകുൽ റോയി, രമൺദീപ് സിംഗ്. ഇന്നലെ കോച്ച് പറഞ്ഞത് റസലിൻ്റെ സ്ഥാനത്തേക്ക് ഉയരേണ്ട കളിക്കാരനാണെന്നാണ്. അതിന് കഴിയുമോ രമൺദീപിന് എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. നമ്പർ 8 സുനിൽ നാരായൺ, ദെൻ വൈഭവ് അറോറ, വരുൺ ചക്രവർത്തി, ബ്ലെസിംഗ് മുസറബാനി. ഇമ്പാക്റ്റ് സബായിട്ട് ഉമ്രാൻ മാലിക്കോ കാർത്തിക് ത്യാഗിയോ വന്നേക്കാം. ഇനി സുനിൽ നാരായണനെ ഓപ്പൺ ചെയ്യിച്ചുകൊണ്ടുള്ള അവരുടെ പഴയ ആ പരിപാടിയിലേക്ക് തന്നെ വീണ്ടും പോകുമോ എന്നുള്ളതും കണ്ടറിയണം. ഏതായാലും ഇതായിരിക്കും അവരുടെ പ്രോബിൾ 12 എന്ന് തന്നെ കരുതണം. പിന്നെ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ്. പിച്ചിൻ്റെ സ്വഭാവം എല്ലാവർക്കും അറിയാം. ജനറലി ഗുഡ് ബാറ്റിംഗ് സർഫേസാണ്. ത്രൂ ഔട്ട് ദി ബാച്ച് അങ്ങനെ തന്നെ നിൽക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ടോസിൻ്റെ അഡ്വാൻറ്റേജ് അതുകൊണ്ട് തന്നെ കുറയും എന്ന് വേണം കരുതാൻ. ഏതായാലും T20 ഒരു 200 അല്ലെങ്കിൽ 200-ന് മുകളിലുള്ളൊരു സ്കോർ നമ്മൾ പ്രതീക്ഷിക്കണം. അത് വേണം ഇവിടെ ആദ്യം ബാറ്റ് ചെയ്യുമ്പോൾ, എങ്കിൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ. വെതർ വാം ആൻഡ് ഹ്യൂമിഡ് ആയിരിക്കും ഏതാണ് വെതർ ഫോർകാസ്റ്റ് ഉള്ളത്. സോ നല്ല രൂപത്തിലുള്ളൊരു ബാച്ചാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഡ്യൂവിൻ്റെ ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ വളരെ മിനിമലാണ്. ആര് ജയിക്കും കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.